കഴിഞ്ഞ ക്ലാസ്സിൽ മെഷീൻ ലേണിംഗ് പൈപ്പ് ലൈൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ്. നിങ്ങളുടെ മെഷീൻ ലേണിംഗ് വർക്ക് ഫ്ലോസിനെ ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മെഷീൻ ലേണിംഗ് പൈപ്പ് ലൈൻ. എന്തുകൊണ്ടാണ് മെഷീൻ ലേണിംഗ് പൈപ്പ് ലൈൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് ഓട്ടോമേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിനൊരു റിപ്പീറ്റബിലിറ്റി ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മെഷീൻ ലേണിംഗ് പൈപ്പ് ലൈൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ 3 പോയിന്റ്സ് ആണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ഒന്ന് നിങ്ങളുടെ വോളിയം, 2 വെറൈറ്റി ഓഫ് ഡാറ്റ, നിങ്ങളുടെ വെർഷൻ. അതായത് നിങ്ങളൊരു കോഡ് മാറ്റുകയാണെങ്കിൽ അത് അതേ വെർഷനായിട്ടല്ല നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്, അതൊരു വേറെ വെർഷനായിട്ടാണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഇൻഡസ്ട്രി എന്നുള്ള ലെവലിൽ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളൊരു എഞ്ചിനീയർ ആണ്, നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്യാനുള്ള ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ പൈത്തൺ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ കളക്ഷൻ. നിങ്ങൾക്കറിയാം 7 സ്റ്റെപ്പുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പൈത്തൺ ഉപയോഗിച്ച് ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടൊരു 5 ലൈൻ കോഡ് എഴുതുന്നു, ഡാറ്റ പ്രിപ്പറേഷൻ ഒരു 10 ലൈൻ, അങ്ങനെ ഓരോ കോഡ് എഴുതി വലിയൊരു പൈത്തൺ ഫയലാക്കിയിട്ട് നിങ്ങൾ സേവ് ചെയ്യുന്നു. എന്താണ് ഇവിടെ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ മോഡൽ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ പ്രോഡക്റ്റ്, അതാണ് നിങ്ങളൊരു ഫൈനൽ ഔട്ട്കം ആയിട്ട് കൊണ്ടുവരുന്നത്. ഇതൊരു മാനുവൽ ആണ്, മാത്രമല്ല ഇതൊരു സ്ക്രിപ്റ്റ് ഡ്രിവൺ പ്രോസസ്സാണ്. ഐട്രേഷൻ സൈക്കിൾ വളരെ സ്ലോ ആയിരിക്കും. മാത്രമല്ല ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ വെർഷൻ കൺട്രോൾസോ അല്ലെങ്കിൽ ഒരു ഓട്ടോമേഷനോ നിങ്ങൾ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് നിങ്ങൾക്കൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇത് വെർഷൻ കൺട്രോൾഡ് ആക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു പ്രോസസ്സാണ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്താണ്? മെഷീൻ ലേണിംഗ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ളൊരു പ്രോസസ്സാണ്. എങ്ങനെയാണ് ആ പ്രോസസ്സ് ബിൽഡ് ചെയ്യുന്നത്? ഉദാഹരണത്തിന് നിങ്ങളൊരു ഫോൾഡറിൽ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു കോഡ് എഴുതുന്നു, അതവിടെ സേവ് ചെയ്യുന്നു. പിന്നെ ഡാറ്റ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു കോഡ് എഴുതുന്നു, അതവിടെ സേവ് ചെയ്യുന്നു. കാരണം ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ഇത് വീണ്ടും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ കോഡ് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വേറൊരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ മോഡൽ സെലക്ഷൻ, ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിങ്ങൾ ഓരോ ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു കമൻറ്റാണ് പൈപ്പ് ലൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സിനെയാണ് നമ്മളിവിടെ പൈപ്പ് ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യാം, ആര് വേണം വർക്ക് ചെയ്യുകയാണെങ്കിലും അവർക്ക് അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യാം. ഇനി വേറെ ഒരു പുതിയൊരു ഡാറ്റ വരുവാണെങ്കിൽ നിങ്ങൾ മുന്നേ ചെയ്തു വെച്ച കോഡിൻ്റെ നല്ലൊരു ശതമാനം ഒരു പക്ഷേ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു പ്രോസസ്സ് വഴി എന്നുള്ളതാണ് അടുത്ത അഡ്വാൻറ്റേജ്. മുന്നത്തേതിൽ നിങ്ങൾ സെറ്റപ്പ് ചെയ്ത കോഡാണ്, നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എന്താ ചെയ്തു വെച്ചതെന്നുള്ളത്. പക്ഷേ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സ് ആകുമ്പം ആ ഇൻഡസ്ട്രിയിലുള്ള ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും എന്താ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്കമ്മിലൊരു റിപ്പീറ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു റീപ്രൊഡ്യൂസിബിലിറ്റി പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ട്വിറ്റർ സെൻറ്റിമെൻറ്റ് അനാലിസിസ്. അറിയുണ്ടാവും എന്താണ് സെൻറ്റിമെൻറ്റ് അനാലിസിസ് എന്നുള്ള. ട്വിറ്ററിലെ ഒരുപാട് ട്വീറ്റ്സ്, പലരും ചെയ്തിട്ടുള്ള ട്വീറ്റ്സ് എടുത്തിട്ട് അത് നമ്മൾ ഡാറ്റയാക്കുന്നു. ആ ഡാറ്റ അനുസരിച്ച് എന്താണ് അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്, അത് നല്ലതാണോ ചീത്തതാണോ, അല്ലെ അതിൻ്റെ ഒരു മൂഡ് എന്താണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യലാണ് അൽഗോരിതം ചെയ്യേണ്ടതായിട്ടുള്ള ജോലി. അപ്പോൾ ഇതിൻ്റെ പ്രധാന സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് തീർച്ചയായിട്ടും ഡാറ്റ കളക്ഷനാണ്. ട്വിറ്ററിൽ പോവുക, ഓരോരുത്തരുടെ ട്വീറ്റ് നിങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. പിന്നെ അത് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ പഞ്ച്വേഷൻ മാർക്ക് അല്ലെങ്കിൽ അവരിട്ട ചിലപ്പം ചില സ്മൈലി അല്ലെങ്കിൽ മറ്റ് എക്സ്പ്ലനേറ്ററി മാർക്സ്, ചില വാക്കുകൾ, ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഡാറ്റയെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തേതാണ് പ്രീ പ്രോസസ്സിംഗ് ഡാറ്റ. എന്ന് വെച്ചാൽ ഡാറ്റയെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രീ പ്രോസസ്സ് ചെയ്യണം, പിന്നെ നിങ്ങൾ മോഡൽ ബിൽഡ് ചെയ്യണം. ഇതാണ് പൊതു സ്റ്റെപ്പ്. ഇത് 2 രീതി ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് വിത്തൗട്ട് പൈപ്പ് ലൈൻ, റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് വിത്ത് പൈപ്പ് ലൈൻ. നിങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസം ചിത്രത്തിൽ നിന്ന് മനസ്സിലാകും. വിത്തൗട്ട് പൈപ്പ് ലൈൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഒരു 3 എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. 3 പേരും ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. ആൻഡ് 3 പേരും തരുന്ന പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ പൈപ്പ് ലൈൻ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡാറ്റ ഗ്യാദർ ചെയ്യുന്ന പ്രോസസ്സും ഡാറ്റ ക്ലീനിങ്ങും ഡാറ്റ പ്രീ പ്രോസസ്സിങ്ങും എല്ലാം സെയിം തന്നെയാണ്. അതിലൊന്നും വ്യത്യാസം വരുന്നില്ല. മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പല അൽഗോരിതംസും ടെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണ് ഒരു പൈപ്പ് ലൈൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു ഭാഗമാണ് ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്. 6ാമത്തെ സ്റ്റെപ്പാണിത്. അപ്പോൾ അതെന്താണെന്നുള്ളത് അടുത്ത സെഷനിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് മൈ ലേണിംഗ്.